ഇന്ന് നമ്മളൊരു സ്വീറ്റ് റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു അറബിക് സ്വീറ്റായ ബക്ലാവയുടെ റെസിപ്പിയാണ്. ആർക്കും നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അറബിക് സ്വീറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. നമ്മൾ ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്കിത് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ആദ്യം നമുക്ക് ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്കിതിലേക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതുപോലുള്ളൊരു ഫൈലോ ഷീറ്റാണ്, ബക്ലാവ ഷീറ്റാണ്. നമുക്കിത് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. ഈ ഒരു ഷീറ്റിൻ്റെ മുകളിൽ തന്നെ നമുക്ക് കാണാം ബക്ലാവയുടെ പിക്ചർ. ഫൈലോ ഷീറ്റ് എന്നാണ് ഇതിന് പറയാം. ഞാനിപ്പോൾ ഇവിടെ ലുലു എന്നാണ് ഇത് വാങ്ങിച്ചത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബട്ടറാണ്. ഇതിപ്പോൾ 200 ഗ്രാമിൻ്റെ ബട്ടറാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 100 ഗ്രാം ബട്ടർ മാത്രമാണ് എടുക്കുന്നത്. പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/2 കപ്പ് ഓയിലാണ്. നമുക്കിത് ബട്ടർ മാത്രം വെച്ചിട്ടും ചെയ്യാം. ബട്ടറിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് ഓയിലും ചേർക്കുന്നുണ്ട്. 100 ഗ്രാം ബട്ടറുമാണ് എടുക്കുന്നത്. പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നട്ട്സാണ്. നമുക്കിഷ്ടമുള്ള നട്ട്സുകളൊക്കെ ഇതിലേക്ക് വേണ്ടി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വാൾനട്ട് എടുത്തിട്ടുണ്ട്, കുറച്ച് പിസ്താച്ചിയോസ് എടുത്തിട്ടുണ്ട്, കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള നട്ട്സൊക്കെ ഇതിലേക്ക് വേണ്ടി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വാൾനട്ടും പിസ്താച്ചിയോസും ബദാമുമാണ് എടുത്തത്. നമ്മുടെ കയ്യിൽ cashews ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പിസ്താച്ചിയോസ് മാത്രം വെച്ചിട്ട് നമുക്കിത് ചെയ്യാം. പിന്നെ നമ്മൾ ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ കുറച്ച് സമയം മുമ്പേ തന്നെ ഈ ഒരു ഷീറ്റ് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്ത് വെക്കണം കേട്ടോ. നമ്മൾ ഈ ഷീറ്റ് ഫ്രീസറിലാണ് സൂക്ഷിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് സമയം മുന്നേ തന്നെ ഫ്രീസറിൽ നിന്നെടുത്തിട്ട് പുറത്ത് വെക്കാം. അപ്പോഴാണ് ഇതൊന്ന് സോഫ്റ്റായിട്ട് കിട്ടുക. ഫ്രീസറിൽ നിന്നെടുത്ത ഉടനെ തന്നെ നമ്മൾ ഈ ഷീറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പൊട്ടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം മുന്നേ തന്നെ, 1 മണിക്കൂർ മുന്നേ തന്നെ നമ്മളിത് പുറത്തെടുത്ത് വെക്കാം. പിന്നെ ഈ ഒരു ഷീറ്റ് ഭയങ്കര തിന്നായിട്ടുള്ള ഷീറ്റാണ്. നമ്മളിത് സൂക്ഷിച്ച് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു ഷീറ്റ് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ള ട്രേയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് ഈ ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഈ സ്വീറ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ള ട്രേയുടെ വലുപ്പത്തിലേക്ക് ഈ ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തത് ചെറിയ ട്രേ ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ പകുതിയായിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഷീറ്റിനെ 2 ഭാഗമായിട്ട് പകുതിയായിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ട ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ 200 ഗ്രാമിൻ്റെ ബട്ടറാണ്. നമുക്കിതിലേക്ക് 100 ഗ്രാം മാത്രം മതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ പകുതി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഇതാ ഇങ്ങനത്തെ ഒരു പീസ് മാത്രം മതി. 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അത് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ബട്ടർ ഒരുപാടങ്ങ് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 1/2 കപ്പ് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനിയൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച നട്ട്സൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ഈ പിസ്താച്ചിയോസ് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് നമ്മളിവിടെ പിസ്താച്ചിയോസ് പൊടിച്ചെടുത്തത്. ഈ പിസ്താച്ചിയോസിൽ നിന്ന് കുറച്ച് ഭാഗം ഞാനിപ്പോൾ ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. അത് നമ്മൾ ഈ ബക്ലാവ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ലാസ്റ്റിലൊന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ബദാം ഇട്ട് കൊടുക്കാം. ബദാമും ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് പൊടിക്കരുത്, കുറച്ച് ജസ്റ്റ് ഒന്ന് അങ്ങ് പൊടിച്ചെടുത്താൽ മതി. കുറച്ചൊരു തരിയോട് കൂടെ തന്നെയാണ് നമ്മളിത് പൊടിച്ചെടുക്കേണ്ടത്. കുറച്ചൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് നമ്മളിത് പൊടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് വാൽനട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ എല്ലാം ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമുക്കിതും മാറ്റി വെക്കാം. ഇനി നമ്മൾ ഈ സ്വീറ്റ് റെഡിയാക്കിയെടുക്കാനുള്ള ട്രേ ഒന്ന് എടുത്തിട്ടുണ്ട്. ഈ ഒരു ട്രേയിലാണ് ഞാനിപ്പോൾ ഇവിടെ സ്വീറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ട്രേയുടെ മേലെ നമ്മൾ 1 ടീസ്പൂൺ ഓയിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ബട്ടറും ഓയിലും കൂടെ മിക്സ് ചെയ്ത് വെച്ചത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലുള്ളൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് എല്ലായിടത്തും ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. സൈഡിലും താഴെ എല്ലായിടത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മേലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഷീറ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഈ ഒരു ട്രേക്ക് കണക്കാക്കിയിട്ടാണ് നമ്മൾ ഈ ഷീറ്റ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മളിതിൻ്റെ മേലെ ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഓരോ ഷീറ്റ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. അടുത്ത ഷീറ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഈ ഷീറ്റിൻ്റെ മേലെ നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക.
ഇതുപോലെ നമ്മൾ 3-4 ഷീറ്റ് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ എടുത്തു വെച്ച നട്ട്സ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നത്. മിനിമം ഒരു 3-4 ഷീറ്റ് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ മേലെ നട്ട്സ് ഇട്ട് കൊടുക്കേണ്ടത്. ഓരോ ഷീറ്റ് വെക്കുമ്പോഴും നമ്മൾ ഇതുപോലെ ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഞാനെടുത്ത ട്രേ ചെറുതായതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ പകുതിയായിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം ലെയർ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. നിങ്ങളെടുക്കുന്ന ട്രേ വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു റോള് ഷീറ്റ് വെച്ചിട്ട് നമുക്ക് ഇത്രയും ലെയർ വെച്ച് കൊടുക്കാനുണ്ടാവില്ല. ഞാനിപ്പോൾ ഇവിടെ 6 ലെയർ ഷീറ്റ് വെച്ചതിന് ശേഷമാണ് ഇതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഓരോ ഷീറ്റ് വെക്കുന്ന സമയത്തും ഇതിൻ്റെ മേലെ ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറന്നു പോകരുത്. നമുക്കിഷ്ടമുള്ള അത്ര ഷീറ്റ് വെച്ചിട്ട് നമുക്കിത് ചെയ്യാം. മിനിമം ഒരു 3-4 ഷീറ്റ് വെച്ചതിന് ശേഷം ഇതിൻ്റെ മേലെ നട്ട്സ് ഇട്ട് കൊടുക്കാം. അടുത്ത ഷീറ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലെ ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. 6ാമത്തെ ഷീറ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ 6 ഷീറ്റ് വെച്ചതിന് ശേഷം ഇതിൻ്റെ മേലെ നട്ട്സ് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ മേലെ 3 തവണയായിട്ടാണ് നട്ട്സ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം ഒരു 6 ഷീറ്റ് വെച്ചതിന് ശേഷം നട്ട്സ് ഇട്ട് കൊടുത്ത് പിന്നെ ഒരു 6 ഷീറ്റും കൂടെ വെച്ച് ഒന്നുകൂടെ നട്ട്സ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 6 ഷീറ്റും കൂടെ വെച്ച് വീണ്ടും നട്ട്സ് ഇട്ട് കൊടുത്ത് അതിൻ്റെ മേലെയും കൂടെ 6 ഷീറ്റും കൂടെ വെക്കുകയാണ്. ആ ഒരു രീതിയിലാണ് ഞാനിവിടെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ നട്ട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെ ഷീറ്റ് വെച്ച് കൊടുത്ത് അതിൻ്റെ മേലെ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഷീറ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. നട്ട്സ് വെച്ചതിന് ശേഷം ഈ രീതിയിലാണ് നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ 6 ഷീറ്റ് ഇതുപോലെ ഓരോ ഷീറ്റിൻ്റെ മേലെയും ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് വെച്ച് കൊടുക്കാം. അടുത്ത ലെയർ ഷീറ്റ് വെച്ച് കൊടുക്കാം. ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. 4ാമത്തെ ലെയർ ഒന്ന് വെച്ച് കൊടുക്കാം. വീണ്ടും ബട്ടർ ബ്രഷ് ചെയ്യാം. 5ാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. ഓരോ തവണയും ബട്ടർ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് 6ാമത്തെ ഷീറ്റും ഞാൻ വെച്ച് കൊടുക്കുകയാണ്. ബട്ടർ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നട്ട്സ് ഇട്ടതിന് ശേഷം ഞാൻ 6 ഷീറ്റ് ഇതുപോലെ ഓയിൽ ബ്രഷ് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ലെയറും കൂടെ നട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനും. ഇപ്പം ഞാനിവിടെ 2 ലെയർ നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ ഷീറ്റ് വെച്ച് കൊടുക്കാം. ഈ ഷീറ്റിൻ്റെ മേലെ ബട്ടർ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഷീറ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇതിൻ്റെ മേലെയും ബട്ടർ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അടുത്ത ഷീറ്റ് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ മുഴുവൻ ഷീറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മളിത് ബേക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കണം. ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. നമുക്കിഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ ഷേപ്പായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഡയമണ്ട് ഷേപ്പിലും കട്ട് ചെയ്തെടുക്കാം. നമ്മളിത് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഡയമണ്ട് ഷേപ്പിലാണ് ഇത് ഉണ്ടാവാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലെ ഓയിൽ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഈ കട്ട് ചെയ്ത ഭാഗത്തിലൂടെ ഓയിൽ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗത്തിലൂടെ ഓയിൽ ഒന്നുകൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. 200 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഓവൻ ഒന്ന് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഓവൻ്റെ സെൻറ്ററിലാണ് ഞാനിത് വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ താഴെയും മേലെയും കോയിൽ ചൂടാകുന്ന രീതിയിലാണ് ഇത് ഓവന് സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഒരു 20 മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം.
അല്ലെങ്കിൽ ഇത് ഒരു ബ്രൗൺ കളറായി വരുന്നവരെയാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ 20 മിനിറ്റ് കൊണ്ട് ഇതൊരു ബ്രൗൺ കളറായി വന്നിട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ സമയം ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട പഞ്ചസാര സിറപ്പ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തത്. 1/4 കപ്പ് പഞ്ചസാര ഇതുപോലുള്ളൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. 1/3 കപ്പ് എന്ന് പറയുമ്പം 1/4 കപ്പിനേക്കാളും കുറച്ചുകൂടെ കൂടുതലാണ്. ഈ പഞ്ചസാര ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നവരെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ പഞ്ചസാര പാനി നമ്മൾ ഒറ്റനൂൽ പരുവൊന്നും ആക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പഞ്ചസാരയൊക്കെ ഇതിൽ മെൽറ്റായി വന്നാൽ മതി. ജസ്റ്റ് ഒന്ന് അങ്ങ് തിളച്ച് കിട്ടിയാൽ മതി. പിന്നെ നമ്മൾ ഈ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിൻ്റെ ഒരു 30 സെക്കൻഡ് മുന്നേ ഈ ലെമൺ ജ്യൂസ് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂൺ ലെമൺ ജ്യൂസാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതുപോലുള്ളൊരു ചെറിയ കഷ്ണം ലെമൺ മതിയാകും. പഞ്ചസാര ഇതിൽ ക്രിസ്റ്റലൈസ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഒരു 20 മിനിറ്റാണ് ഞാനിപ്പോൾ ഇവിടെ ഇത് ബേക്കാക്കി എടുത്തത്. ഇനി നമുക്കിതിൻ്റെ മേലെ നല്ല ചൂടോടുകൂടെ തന്നെ ഈ പഞ്ചസാര പാനി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ ബക്ലാവയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം ഇതിലേക്ക് ഈ പഞ്ചസാര പാനി ഒഴിക്കുന്ന സമയത്ത്. പഞ്ചസാര പാനിക്കും അത്യാവശ്യം നല്ല ചൂടുണ്ട്. ആ ഒരു സമയത്താണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമുക്ക് ആവശ്യമുള്ളത്ര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കിയെടുത്ത പഞ്ചസാര പാനി മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ളത്ര ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മധുരത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച പിസ്റ്റാച്ചിയോസ് ഇതിൻ്റെ മേലൊന്ന് ഇട്ട് കൊടുക്കുക. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. ഇത് നിർബന്ധമൊന്നുമില്ല, നമുക്കിഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ചെയ്താൽ മതി. ഇനി നമ്മൾ ഈ ബക്ലാവ ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് എടുത്ത് കഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മുടെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബക്ലാവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇതിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്